നമസ്കാരം. നമ്മൾ അവസാന ക്ലാസ്സിൽ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ ആദ്യത്തെ ടൈപ്പ് 1/a ± b cos θ ഓർ sin θ വരുന്ന കണക്കുകൾ ചെയ്തു. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്പ് 2 തന്നെ ഇൻ്റഗ്രൽ ഓഫ് ദ ഫോം -∞ to ∞ f(x/g)(x). ഇത് രണ്ടും രണ്ട് പോളിനോമിയലുകളാണ്. ക്വാഡ്രാറ്റിക്കോ ക്യൂബിക്കോ അങ്ങനെ വരുന്ന രണ്ട് പോളിനോമിയലുകളാണ്. അതിൽ തന്നെ ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രി ഓഫ് g(x), ഡിനോമിനേറ്ററിൻ്റെ പോളിനോമിയൽ ഡിഗ്രി ന്യൂമറേറ്ററിനേക്കാൾ മിനിമം 2 കൂടിയിരിക്കണം. മിനിമം 2 എന്ന് വെച്ചാൽ ഡിനോമിനേറ്ററിൻ്റെ പവർ ന്യൂമറേറ്ററിനേക്കാൾ 2 കൂടിയിരിക്കുക. 2 അല്ലെങ്കിൽ 3 എത്ര വേണമെങ്കിലും കൂടിയിരിക്കാം. എക്സാമ്പിൾ എഴുതുമ്പോൾ മനസ്സിലാവും. അതേപോലെ തന്നെ ഈ ഡിനോമിനേറ്റർ ഉണ്ടല്ലോ g(x), അതിൻ്റെ റൂട്ടുകൾ അതിനെ =0 എടുത്ത് നിങ്ങൾ റൂട്ട് കണ്ടാൽ അത് x/axലെ റിയൽ ആക്സിസ്, ദാറ്റ് മീൻസ് x ആക്സിസിൽ വരാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ. നോട്ട് ലൈസ് ഓൺ റിയൽ ആക്സിസ് വരാൻ പാടില്ല, ദാറ്റ് ഈസ് x ആക്സിസിൽ വരാൻ പാടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കുക, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് നോക്കുക. ഇൻ്റഗ്രൽ x + 1/x³ + 3dx -∞ to ∞. ഇത് കറക്റ്റാണ്. നോക്കൂ, ന്യൂമറേറ്റർ x + 1 ന്യൂമറേറ്ററിൻ്റെ പോളിനോമിയൽ, അതിൻ്റെ പവർ 1, ഡിനോമിനേറ്റർ പോളിനോമിയൽ പവർ 3. നോക്കൂ, ന്യൂമറേറ്ററിനേക്കാൾ 2 കൂടിയിരിക്കുകയാണ്. ഇനി ഇവിടെ x⁴ എന്നാണെങ്കിൽ ഇവിടെ പവർ 4, അപ്പം 3 കൂടിയിരിക്കുകയാണ്. അപ്പം മിനിമം 2 കൂടിയിരിക്കണം. ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിനേക്കാൾ മിനിമം 2 കൂടിയിരിക്കണം. കൂടാതെ ഇവിടെ ഇപ്പോൾ x² + 3 ആണെങ്കിൽ x² -3, x ±√3i ആണ്. i എന്ന് വന്നാൽ നിങ്ങൾക്കറിയാം, കോംപ്ലക്സ് പ്ലെയിൻ എടുക്കുമ്പോൾ ഇമാജിനറി ആക്സിൽ വരും, റിയലി വരാൻ പാടില്ല. നിങ്ങളുടെ സൊല്യൂഷൻ എടുക്കുമ്പോൾ x = a റിയൽ നമ്പർ കിട്ടാൻ പാടില്ല. ഡിനോമിനേറ്ററിൻ്റെ റൂട്ട്സ് കാണുമ്പോൾ x = a റിയൽ നമ്പർ എന്ന് വെച്ചാൽ x = 3 എന്നോ x = 2 എന്നോ x = -1 എന്നോ x = 0 എന്നോ x = 5 എന്നോ റിയൽ വരാൻ പാടില്ല, ഇമാജിനറി ആയിരിക്കണമെന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ക്വസ്റ്റ്യനുകൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. നോക്കൂ, -∞ to ∞ dx/1 + x² ആണ്. സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കും 1/1 + x² ഇൻ്റഗ്രേറ്റ് ചെയ്ത tan ഇൻവേഴ്സ് x ആണ്, എന്നിട്ട് ലിമിറ്റ് ഇൻഫിനിറ്റി കൊടുത്താൽ പോലെ, എന്തിനാണ് ഇത്രയും ബുദ്ധിമുട്ടുന്നത്? നോക്കൂ, ശരിക്കും മതി. പക്ഷേ നമുക്കറിയാം, ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഏരിയ കാൽക്കുലേഷനാണ്. ഏരിയ എവിടെ തൊട്ട് -∞ മുതൽ ∞ വരെയുള്ള ഏരിയ എന്ന് പറയുമ്പോൾ ആ ഗ്രാഫിന് ഒരു വ്യക്തതയില്ലാത്ത ഗ്രാഫാണ്. ദാറ്റ് ഈസ് ദേ ആർ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽസ് ആണ്. അങ്ങനെ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ വരുമ്പോൾ നമ്മൾ ഡയറക്റ്റ് tan ഇൻവേഴ്സ് x എന്ന് പറഞ്ഞ് എഴുതുന്നതിനകത്ത് പ്രശ്നമുണ്ട്. മനസ്സിലാവും, മാത്തമാറ്റിക്കലായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ടാണ് ഇവ ഇംപ്രോപ്പർ ഇൻ്റഗ്രലാണ്, -∞ to ∞. ഇതിനെ ഇങ്ങനെ ചെയ്യാൻ കഴിയുമെങ്കിലും ഇങ്ങനെ വരുന്ന കണക്കുകളൊക്കെ ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടാണ്. അപ്പം കോമൺലി എല്ലായിടത്തും ആപ്ലിക്കബിളായ ടൈപ്പ് 2 ആണിത്. അതായത് ഈ ന്യൂമറേറ്ററിനേക്കാൾ ഡിനോമിനേറ്റർ മിനിമം 2 പവർ കൂടിയിരിക്കുകയും ഡിനോമിനേറ്ററിൻ്റെ 0 x ആക്സിസിൽ വരാത്തതുമായ ക്വസ്റ്റ്യനുകളെല്ലാം നമ്മൾക്ക് കോംപ്ലക്സിലേക്ക് മാറ്റി ചെയ്യാം. അങ്ങനെ കോംപ്ലക്സിലേക്ക് മാറ്റുമ്പോൾ നിങ്ങൾക്കറിയാം, ഇയാളെ ഞാൻ ഇസഡിലേക്ക് മാറ്റുമ്പോൾ ഈ ഇൻ്റഗ്രേഷന് തുല്യമായിട്ടുള്ള ഒരു ക്ലോസ്ഡ് കോണ്ടൂർ, ഒരു കർവ് നമുക്ക് വേണം അല്ലേ? ഇവിടെ നമ്മൾ എങ്ങനെയാണ് കർവ് എടുക്കുന്നത് നിങ്ങൾ നോക്കൂ. ഇവിടെ -∞ to ∞ എന്ന് പറയുമ്പം ഞാൻ നേരത്തെ 0 to 2π പറഞ്ഞു. അവിടെ cos θ ഉണ്ടായത് കൊണ്ടാണ് mod z = 1 അല്ലെങ്കിൽ z = e⁻i⁻θ എന്ന് എടുത്തതെന്ന് ഞാൻ പറഞ്ഞു. യൂണിറ്റ് സർക്കിളാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ cos θ sin θ ഒന്നുമില്ല, അല്ലെങ്കിൽ തന്നെ -∞ to ∞ ആണ്. ഇവിടെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് ഇമാജിനറി ആക്സിസും റിയൽ ആക്സിസും എടുക്കുമ്പോൾ ഇവിടെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് റോ റേഡിയസ് ആയ സർക്കിളാണ്. റോ റേഡിയസ് ആയ സർക്കിൾ എന്ന് പറയുമ്പോൾ ഒറിജിനിൽ നിന്ന് റോ ദൂരം, എന്നിട്ട് ആ സർക്കിളിൻ്റെ അതിൻ്റെ അപ്പർ സെമി സർക്കിളാണ് എടുക്കേണ്ടത്. ദാറ്റ് ഈസ് എങ്ങനെയാണ് വരിക? ഇങ്ങനെയാണ് അതിൻ്റെ ഡയറക്ഷൻ വരിക. ആൻറ്റി ക്ലോക്ക് വൈസിൽ -റോയിൽ നിന്ന് റോയിലേക്ക് പോയി പിന്നെ റോയിലൂടെ കറങ്ങി തിരിച്ചു വരുന്ന അപ്പർ സെമി സർക്കിളായിട്ട് വേണം നിങ്ങൾ. അപ്പർ ഹാഫ് ഓഫ് ദ സെമി സർക്കിൾ മാത്രമാണ് ഇപ്പോൾ ക്ലോസ്ഡ് കോണ്ടൂറായിട്ട് ഈ ടൈപ്പ് ക്വസ്റ്റ്യനിൽ നിങ്ങൾ ക്ലോസ്ഡ് കോണ്ടൂറായിട്ട് എടുക്കേണ്ടത് അപ്പർ സെമി സർക്കിളാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പർ ഹാഫ് ഓഫ് ദ സെമി സർക്കിൾ വിത്ത് റേഡിയസ് റോ. അപ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ -ρ to ρ ആണ് ഇൻ്റഗ്രേഷൻ. -ρ to, നോക്കൂ, ഇത് x ആക്സിലാണ് കിടക്കുന്നത്. അപ്പോൾ x ആക്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് -ρ to ρ ആണ്. -ρ to ρ, ശരിയല്ലേ? എന്നാൽ നമുക്കോ -∞ to ∞. അങ്ങനെ വരുമ്പോൾ ρ tends to ∞. ആസ് റോ ടെൻസ് ടു ∞, റോ ഇൻഫിനിറ്റി ആകുമ്പോൾ ഇയാൾ -∞ ഇയാൾ ∞ മാറും. ശരിയാണല്ലോ? അങ്ങനെ -∞ ആകുമ്പോൾ ഈ നമ്മൾക്ക് തുല്യമായി ഈ ഇൻ്റഗ്രേഷൻ കിട്ടുമല്ലോ. അങ്ങനെ നിങ്ങൾ ഇൻഫിനിറ്റിയിലേക്ക് മാറ്റുമ്പോൾ ശ്രദ്ധിക്കണം, അങ്ങനെ ആസ് റോ ടെൻസ് ടു ∞ ആകുമ്പോൾ ഇയാൾ -∞ to ∞ ആകും. അതോടൊപ്പം തന്നെ ഈ dxന് പകരം എക്സ് കിടക്കുന്നിടത്തൊക്കെ നമ്മൾ ഇസഡുകളെ റീപ്ലേസ് ചെയ്യും. എക്സ് കിടക്കുന്നിടത്ത് എന്ത് റീപ്ലേസ് ചെയ്യും? ഇസഡ്. അതിൻ്റെ തിയറി പോർഷൻ നിങ്ങൾക്ക് വേണ്ട, അത് കുറേ പ്യുവർ മാത്സിലേക്ക് പോകുന്നതാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കൺസിഡർ ചെയ്യുന്ന
ചെയ്യുന്ന ക്ലോസ്ഡ് റീജിയൻ എന്ന് പറയുന്നത് എ അപ്പർ ഹാഫ് ഓഫ് ദ സെമി സർക്കിൾ വിത്ത് റേഡിയസ് റോ. അതാണ് നമ്മുടെ ക്ലോസ്ഡ് സെമി സർക്കിൾ. അപ്പർ ഹാഫ് ഓഫ് ദ സെമി സർക്കിൾ വിത്ത് റേഡിയസ് റോ. അങ്ങനെയാണെങ്കിൽ when rho tends to infinity നമ്മൾ ഈ ഇൻ്റഗ്രേഷനെ മാറ്റുമ്പോൾ ഇയാള് ഇൻ്റഗ്രൽ എന്തെന്നുമായി മാറും? ഇൻ്റഗ്രൽ സി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ക്ലോസ്ഡ് അപ്പർ ഹാഫ് ആണ്. ആൻഡ് ഡി എക്സിന് പകരം നമ്മൾ dz/1 + z² എന്ന് റീപ്ലേസ് ചെയ്യും. എക്സിനെ z ആക്കി അങ്ങ് മാറ്റുകയാണ് ചെയ്യുക. എക്സിനെ z ആക്കി മാറ്റും. മനസ്സിലാവുന്നുണ്ടല്ലോ? എക്സിനെ z ആക്കി മാറ്റും ആസ് rho tends to infinity. എന്നിട്ട് ഇയാളെ ഇനി നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഇയാളെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ അറിയാം. ക്ലോസ്ഡ് കർവ് ഉണ്ട്, ഇവിടെ f(z) ഉണ്ട്, സിംഗുലാരിറ്റികൾ കാണുക, റെസിഡ്യൂ കാണുക, 2πi × സം ഓഫ് റെസിഡ്യൂ അടിക്കുമ്പോൾ ഇതിൻ്റെ ആൻസർ ആവും. അത് തന്നെയാണ് ഇതിൻ്റെ ആൻസർ എന്ന് ഇക്വലൻ്റ് ആയിട്ട് എഴുതും. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ നമ്മൾ ആദ്യം എഴുതാൻ പോകുന്നത് ഇതാണ്. കൺസിഡർ the closed contour, the closed curve as closed contour as the upper half of semicircle with radius rho and as rho tends to infinity integral -infinity to infinity dx/1 + x² is equivalent to integral c. Consider the closed curve C as consider the closed curve C as the upper half of the semicircle with the radius rho, and as rho tends to infinity integral -infinity to infinity dx/1 + x² ne integral C dz/1 + z² എന്ന് എഴുതാം. മനസ്സിലാവുന്നുണ്ടല്ലോ? റോ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ഇൻ്റഗ്രൽ സി dz/1 + z² ഭാഗമാകും. അങ്ങനെയാണെങ്കിൽ ഇനി ഇയാളെ ചെയ്താൽ മതി. ഇയാളെ ഇപ്പോൾ f(z) കിടപ്പുണ്ട്. വേർ f(z) = 1/1 + z² ആണ്. അപ്പോൾ സിംഗുലാരിറ്റികൾ എന്ത് വരും? therefore സിംഗുലാരിറ്റികൾ എടുക്കുമ്പോൾ z² = -1, z ± i എന്നാകും. ശരിയാണല്ലോ? ±i. അതിൽ തന്നെ +i മാത്രമേ നമുക്ക് ഇവിടെ ഉള്ളൂ, -i ഇല്ല. കാരണം +i ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ അപ്പർ ഹാഫ് ഓഫ് ദ സെമി സർക്കിൾ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഈ അപ്പർ ഹാഫ് ആണ്. റോ ഇൻഫിനിറ്റിയിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ ഇയാൾ അങ്ങ് നീണ്ടു പോകുമ്പോൾ ഈ ഫുൾ അപ്പർ ഹാഫ് വരും. അപ്പം ഏത് ഇമാജിനറി വന്നാലും ആ സർക്കിളിനുള്ളിൽ, നിങ്ങൾ റോ ഇൻഫിനിറ്റി എടുത്താൽ സർക്കിൾ ഇൻഫിനിറ്റ് റേഡിയസ് ആകും, അതിനകത്ത് എല്ലാ ഇമാജിനറികളും വരും. ഏത് ഇമാജിനറി വന്നാലും അവരെല്ലാം മേളിൽ കിടക്കും. അതേസമയം നെഗറ്റീവ് വരുന്നവരാരും വരത്തില്ല, അത് താഴത്തെ ഹാഫിലാണ്. അപ്പോൾ നമുക്ക് എടുക്കേണ്ടത് z = +i മാത്രമാണ്. ആ +iയുടെ മാത്രം റെസിഡ്യൂ നമ്മൾ കണ്ടാൽ മതി. നോക്കാം എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് കിട്ടിയിരുന്നു സിംഗുലാരിറ്റികൾ +or-i ആണ്. അതിനകത്ത് +i മാത്രമേ നമ്മുടെ റീജിയനിലുള്ളൂ. പറഞ്ഞതാണല്ലോ, +i മാത്രമേ നമ്മുടെ റീജിയനിലുള്ളൂ. therefore നമുക്കറിയാം ഇവിടെയാണ് +i, -i വേണ്ട. therefore റെസിഡ്യൂ അറ്റ് +i ഈക്വൽ ടു ലിമിറ്റ് z tends to i z - i into 1/f(z) എന്ന് പറഞ്ഞാൽ 1/1 + z² ആണ്. 1 + z², that is equal to limit z tends to i z - i into 1 + z² അഥവാ z² + 1 നെ നമുക്ക് z + i into z - i എന്ന് എഴുതാം. z + i into z - i. ശരിയാണല്ലോ? z² - i² is +1, z² + 1 ഇത് രണ്ടും പോകും. നിങ്ങൾ i കൊടുക്കുമ്പോൾ 1/2i എന്ന് വരും. 1/2i. therefore റെസിഡ്യൂ കിട്ടിക്കഴിഞ്ഞു. therefore integral c dz/1 + z² equal to 2πi into sum of residues 1/2i. that is equal to 2i അങ്ങ് പോകും. ആൻസർ എന്ത് കിട്ടും? പൈ എന്ന് കിട്ടും. that is therefore ആൻസർ എഴുതാം integral -infinity to infinity dx/1 + x² equal to നമ്മൾക്ക് പൈ എന്ന് ഫൈനൽ ആൻസർ കിട്ടും. മനസ്സിലാവുന്നുണ്ട്? അപ്പം റിയലായ ഇൻ്റഗ്രേഷനെ നമ്മൾ കോംപ്ലക്സ് പ്ലെയിനിലേക്ക് മാറ്റുന്നു. അതിനായി ഒരു ക്ലോസ്ഡ് കോണ്ടൂർ എടുക്കുന്നു. അങ്ങനെ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ക്ലോസ്ഡ് കോണ്ടൂറിലേക്ക് മാറ്റുമ്പോൾ, കോംപ്ലക്സ് പ്ലെയിനിലേക്ക് മാറ്റുമ്പോൾ അവിടുത്തെ കോംപ്ലക്സ് വേരിയബിൾ z ആണ്. അതുകൊണ്ട് ഈ ഇൻ്റഗ്രേഷനെ നമ്മൾ z-ലേക്ക് മാറ്റും. അന്നേരം ക്ലോസ്ഡ് കോണ്ടൂർ ആകും. ആ z-ൽ ഇൻ്റഗ്രേറ്റ് ചെയ്തെടുക്കുന്ന ആൻസർ തന്നെയാണ് റോ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ഇയാളുടെ ആൻസർ എന്ന് ഈക്വൽ ടു പൈ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ എന്ന് വരും. അപ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ? ഡിനോമിനേറ്ററിൻ്റെ പവർ ന്യൂമറേറ്ററിനേക്കാൾ മിനിമം 2 കൂടിയിരിക്കുക. ഡിനോമിനേറ്ററിൻ്റെ റൂട്ടുകൾ റിയൽ ആക്സിസിൽ വരാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ടൈപ്പ് ഓഫ് ഇൻ്റഗ്രേഷൻ ചെയ്യാൻ പറ്റും കോംപ്ലക്സിൽ. അങ്ങനെ ഈ ആൻസറുകൾ കിട്ടും. ശ്രദ്ധിക്കുക, ഇതൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ച് ചെയ്യുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഇൻ്റഗ്രൽ 0 to infinity x² / x² + 4 × x² + 9
dx. നോക്കൂ, ന്യൂമറേറ്റർ പവർ 2, ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടോട്ടൽ പവർ 4. അപ്പോൾ ന്യൂമറേറ്ററിനേക്കാൾ മിനിമം 2 കൂടുതലുണ്ട്. 2 അതിൽ കൂടുതൽ എത്ര കൂടിയാലും കുഴപ്പമില്ല, മിനിമം 2 കൂടിയിരിക്കണം. അപ്പോൾ ഇവിടെ 2 കൂടുതലാണ്. അപ്പോൾ മാത്രമല്ല ഇതിൻ്റെ സൊല്യൂഷൻസ് എടുത്താൽ x² = -4, അപ്പോൾ x = ±2i, x² = -9, x = ±3i. റിയൽ ആക്സിസിൽ റൂട്ടുകൾ വരികയുമില്ല. അതുകൊണ്ട് നമുക്ക് എഴുതാം consider the closed contour, consider the closed curve C as the semicircle. അത് എഴുതി വെക്കണം നമ്മൾ, as the semicircle with radius rho, as the upper half of the semicircle, as the upper half of the semicircle, upper half of the semicircle with radius rho, and as rho tends to infinity. ഇതപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 0 to infinity. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് എഴുതുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾക്ക് -∞ to infinity എന്ന് തന്നെയാണ് വേണ്ടുന്നത്. ഇവിടെ 0 to infinity ഉള്ളൂ. നമ്മൾക്ക് എല്ലായ്പ്പോഴും -∞ to infinity വേണം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് ഇവിടെ എല്ലാം x² മാത്രമേ ഉള്ളൂ. x² മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം ഈവൻ ഫംഗ്ഷനാണ്. എക്സിന് പകരം -x കൊടുത്താലും യാതൊരു മാറ്റവുമില്ല. അങ്ങനെ ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ എനിക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ ഇങ്ങനെ മാറ്റാം, 1/2 × -∞ to infinity x² plus 4 × x² plus 9 dx എന്ന് എഴുതാം. കാരണം ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ -a to a എന്ന് പറഞ്ഞാൽ 2 × 0 to a എന്ന്, ആ 2 ും 2 പോകുമ്പോൾ ഇയാളെ കിട്ടും. ഇത് ഈവൻ ആയതുകൊണ്ടാണ്, ഇതെല്ലാം ഈവൻ പവർ, ഫുൾ ഈവൻ പവറുകളാണ്. അതുകൊണ്ടാണ് 0 to infinity എനിക്ക് 1/2 × -∞ to infinity എന്ന് എഴുതാൻ പറ്റുന്നത്. കാരണം ഡെഫിനിറ്റ് ഇന്റഗ്രൽ പ്രോപ്പർട്ടി പ്രകാരം ഫംഗ്ഷൻ ഈവൻ ആണെങ്കിൽ -a to a 2 × 0 to എന്ന് എഴുതാം. ആ 2 ഈ 2 പോകുമ്പോൾ സെയിം ക്വസ്റ്റ്യൻ ആകും. അപ്പോൾ നമ്മൾ ഇങ്ങനെ 0 to infinity വന്നാൽ ഇങ്ങനെ മാറ്റാൻ പറ്റുന്ന ക്വസ്റ്റ്യനെ അവർ തരുള്ളൂ. 0 to infinity വന്നാൽ 1/2 × -∞ to infinity എന്ന് എഴുതിക്കോണം. കാരണം ഇതിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, ഇതിനകത്താണ് നമ്മൾ നമ്മുടെ കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് 1/2 × എന്ന് എഴുതുക. therefore നമുക്ക് ഇവിടെ എഴുതാം, as rho tends to infinity 1/2 × -∞ to infinity x² plus 4 × x² plus 9 dx is equivalent to എന്താ, അല്ലെങ്കിൽ ഈക്വൽ ടു എന്ന് എഴുതിയാലും മതി, 1/2 × ഇന്റഗ്രൽ c എക്സിന് പകരം z² × z² plus 4 × z² plus 9 z² plus 9 dz എന്ന് എഴുതാം. ശരിയാണല്ലോ? അപ്പോൾ എക്സ് റീപ്ലേസ് ചെയ്ത് z ആയി, -∞ to infinity റീപ്ലേസ് ചെയ്ത് കർവ് c ആയി, 1/2 വന്നു. എന്തുകൊണ്ട് 1/2 0 ആയിരുന്നത്? 0 to infinity -∞ to infinity ആക്കിയതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സിംഗുലാരിറ്റികൾ എഴുതാം. സിംഗുലാരിറ്റീസ് കാണുമ്പോഴറിയാം, സിംഗുലാരിറ്റീസ് എന്ന് വെച്ചാൽ z² = -4, z = ±2i, z² = -9 ആകുമ്പോൾ ±3i. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം നമ്മളുടെ സെമി സർക്കിൾ എന്ന് പറയുന്നത് അപ്പർ ഹാഫാണ്, -ρ to ρ ആണ്, കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. ഇതിനകത്ത് +2i ഇവിടെ വരും, അതേപോലെ +3iയും വരും. മനസ്സിലാവുന്നുണ്ടല്ലോ? പോസിറ്റീവായ ഇമാജിനറികൾ എത്ര വന്നാലും, ഇനി +10i എന്ന് വന്നാലും +50i എന്ന് വന്നാലും ഒക്കെ ഇതിൽ വരും. കാരണം എന്താ, റോ ഇൻഫിനിറ്റി ആകുമ്പോൾ അതിനനുസരിച്ച് സർക്കിൾ വലുതാവും. അതിനകത്തേക്ക് പോസിറ്റീവായ എല്ലാ ഇമാജിനറികളും എത്ര വലുതാണെങ്കിലും പോസിറ്റീവ് ഇമാജിനറികളെല്ലാം ഇതിലുണ്ടാകും. അപ്പം നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, റെസിഡ്യൂ കണ്ടുപിടിക്കേണ്ടത് ആരുടേതൊക്കെയാണ്? +2iയുടേതും +3iയുടേതും. therefore r of 2i +2iയുടേത് കാണുന്നു. നോക്കൂ, +2i കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ അറിയാം, ദാറ്റ് ഈസ് ഈക്വൽ ടു 2i എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ. സിമ്പിൾ പോളുകളാണ്, ഇവർ സിമ്പിളാണ്. ഒറ്റ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു. z tends to 2i, ലിമിറ്റ് z tends to 2i, z - 2i into f of z എന്ന് പറഞ്ഞാൽ ആരാ? z² plus 4നെ എനിക്ക് z plus 2i into z minus 2i. അടുത്ത ആളെ സ്പ്ലിറ്റ് ചെയ്യേണ്ട, കാരണം അയാളെ ഇപ്പോൾ വെട്ടിക്കളയേണ്ടതില്ല, നമ്മൾ വെട്ടിക്കളയേണ്ടത് 2iകളെയാണ്. അതുകൊണ്ട് അത് മാത്രം സ്പ്ലിറ്റ് ചെയ്തു. z minus 2iയും z minus 2iയും പോയി. ഈ 2iനെ അതിനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് 2i the whole square divided by 2i plus 2i 4i into 2i the whole square എന്ന് പറയുമ്പോൾ 4i², that is -4 plus 9 5 എന്ന് വരും. ശരിയാണല്ലോ? 2i² എന്ന് പറഞ്ഞാൽ 4i², i² is -1, -4 plus 9 5, that is equal to ഇവിടെ -4/20i എന്ന് വരും. ശരിയാണല്ലോ? ദാറ്റ് ഈസ് 4ഉം 20യും പോകും. 1/i is -i, therefore i/5 എന്ന് കിട്ടും. i/5 കറക്റ്റായിട്ട് ചെയ്യുക. 1/i is -i, therefore മൈനസ് പോയി i ആകും. 4ഉം 20യും പോയി i/5 എന്ന് വരും. ഏതാണ്? റെസിഡ്യൂ അറ്റ് 2i. തീർന്നില്ലല്ലോ, ഒരാളെയും കൂടെ കാണേണ്ടേ. റെസിഡ്യൂ അറ്റ് 3i.
റെസിഡ്യൂ അറ്റ് 3i. Therefore limit z tends to 3i, z minus 3i into f of z is z square by z square plus 4നെ സ്പ്ലിറ്റ് ചെയ്യേണ്ട, കാരണം അതിനകത്ത് നമുക്ക് വെട്ടിക്കളയാനില്ല. z plus 3i into z minus 3i എന്ന് z square plus 9നെ സ്പ്ലിറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു z minus 3i അങ്ങ് പോകും. 3i കൊടുക്കുമ്പോൾ 3i square is 9i square by 3i square 9i square, that is minus 9 plus 4, that is minus 5 into 3i plus 3i 6i, that is equal to I square is minus 9 by minus 30i ആണല്ലോ. ദാറ്റ് ഈസ് 9 by 39. 3 കൊണ്ട് വെട്ടുമ്പോൾ നമുക്ക് 3 by 10i എന്നാകും. ദാറ്റ് ഈസ് ഈക്വൽ ടു minus 3i by 10. എന്തുകൊണ്ടാണ്? 1 by i is minus i, minus 3i by 10 എന്ന് വരും. Therefore നമുക്ക് എഴുതാം ഇൻ്റഗ്രൽ സി. നോക്കൂ, ഇവിടെ ഒരു 1/2 ഉണ്ട് ഫ്രണ്ടിൽ. ഇതൊന്നും മറന്നു പോകരുത്. ഇങ്ങനെയുള്ള നമ്പറുകൾ ഈ ഫ്രണ്ടിൽ വരുന്ന ആളുകളെ നമ്മൾ ചെയ്തു വരുന്ന വഴിയിൽ കളയരുത്. 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ സി ഇസഡ് സ്ക്വയർ ബൈ ഇസഡ് സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു ഇസഡ് സ്ക്വയർ പ്ലസ് 9 ഡി ഇസഡ് ഈക്വൽ ടു 1/2 ഇൻറ്റു നമ്മുടെ ഫ്രണ്ടിലുള്ള 1/2 ഇൻറ്റു 2πi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂസ്. സം ഓഫ് റെസിഡ്യൂസ് എന്ന് പറഞ്ഞാൽ i/5 പ്ലസ് മൈനസ് 3i by 10. രണ്ട് റെസിഡ്യൂകളായിരുന്നു, i/5ഉം മൈനസ് 3i by 10ഉം. 2iയും 2iയും പോകും. ദാറ്റ് ഈസ് πi ഇൻറ്റു, നോക്കൂ, ഇതിനൊരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2i by 10 മൈനസ് 3i by 10 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് i by 10 എന്നാകും. 2i by 10 minus 3i by 10 is minus i by 10. Therefore pi into minus i square is 1. Therefore pi by 10 എന്നാണ് ആൻസർ കിട്ടുക. എന്ത് കിട്ടും? pi by 10. Minus i square is plus 1. Therefore pi by 10. Therefore നമ്മുടെ ഇൻ്റഗ്രേഷൻ, നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ 1/2 കൂടെ ചേർത്താണല്ലോ ഇതിൻ്റെ ആൻസർ ആണിത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് എന്തെന്ന് എഴുതാം? ഇതിൻ്റെ ആൻസർ നമുക്ക് എഴുതാം. Therefore integral 0 to infinity x square by x square plus 4 into x square plus 9 dx is equal to pi by 10 എന്ന് ഫൈനൽ ആൻസർ എഴുതി അടിവരയിടാം. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യനുകൾ ചെയ്യുന്നത്. ന്യൂമറേറ്ററിനേക്കാൾ ഡിനോമിനേറ്ററിൽ പവർ 2 കൂടിയിരിക്കുകയും 2 അതിൽ കൂടുതൽ എത്ര കൂടിയിരിക്കുകയും ഡിനോമിനേറ്ററിൽ റിയൽ റൂട്ടുകൾ വരാതിരിക്കുകയും ചെയ്താൽ കിട്ടുന്ന ഒക്കെയും ഇമാജിനറി ആയിരിക്കണം. റിയൽ റൂട്ടുകൾ വരാതിരിക്കുകയും ചെയ്താൽ നമ്മൾക്ക് ഇസഡ് റീപ്ലേസ് ചെയ്തുകൊണ്ട് പിന്നീട് എല്ലാം റെസിഡ്യൂ കാണുന്നത് പഴയ പോലെ റെസിഡ്യൂ കണ്ടതും അപ്പർ ഹാഫിൽ വരുന്നത് മാത്രം മതി. ലോവർ ഹാഫിൽ നെഗറ്റീവ് ഇമാജിനറി വേണ്ട, പോസിറ്റീവ് ഇമാജിനറി മാത്രം മതി. അവരുടെ റെസിഡ്യൂ കണ്ട് സം ചെയ്ത് ഫൈനൽ ആൻസർ ചെയ്യുക. ഇങ്ങനെയാണ് ചെയ്യുന്നത്, ശ്രദ്ധിക്കുക. അടുത്ത ടൈപ്പ് നോക്കാം. ടൈപ്പ് 3 ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ്. നേരത്തെ ചെയ്ത പോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു കോസ് എ എക്സും സൈൻ എ എക്സും ഉണ്ടാകും. കോസ് എ എക്സ് ആൻഡ് സൈൻ എ എക്സ് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇവിടെ നമ്മൾ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് ഇതൊക്കെയാണ്. നേരത്തെ പറഞ്ഞത് ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിനേക്കാൾ മിനിമം 2 കൂടണമെന്നാണ്. എന്നാൽ ഇവിടെ മിനിമം 1 കൂടിയിരിക്കണം. നോക്കൂ, ഡിഗ്രി ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് 1, ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ദാറ്റ് ഈസ് അറ്റ്ലീസ്റ്റ് ഡിഗ്രി ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് 1. എഫ് ഓഫ് എക്സിനേക്കാൾ ന്യൂമറേറ്ററിനേക്കാൾ മിനിമം 1 കൂടിയിരിക്കണം. അതേപോലെ കോസ് എ എക്സും സൈൻ എ എക്സും പറയുന്ന എ ഉണ്ടല്ലോ, എ പോസിറ്റീവ് ആയിരിക്കണം. ആൻഡ് ജി ഓഫ് എക്സ് ഈക്വൽ ടു 0 ഹാസ് നോ റിയൽ. നേരത്തെ പറഞ്ഞ പോലെ ഡിനോമിനേറ്ററിന് റിയൽ സൊല്യൂഷൻ വരാൻ പാടില്ല. ഡിനോമിനേറ്ററിന് എന്ത് വരാൻ പാടില്ല? റിയൽ സൊല്യൂഷൻ വരാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെയാണ് ചെയ്യുക? നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് സർക്കിളുകളൊക്കെ കൺസിഡർ ചെയ്യേണ്ടത്. കൺസിഡർ the closed contour, consider the closed curve C as the semicircle with upper half of the semicircle as the upper half of the semicircle, upper half of the semicircle with radius rho, with radius rho. നേരത്തെ പറഞ്ഞ അതുപോലെ തന്നെയാണ് റോ. ആൻഡ് ആസ് റോ ടെൻസ് ടു ഇൻഫിനിറ്റി നമ്മൾക്ക് എന്തെഴുതാം? നോക്കൂ, ഇവിടെയും 0 to infinity ആണ്. 0 to infinity അല്ല, നമുക്ക് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണ് വേണ്ടത്. നോക്കൂ, ഇതൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 0 to infinity cos x by 1 plus x square dx. നോക്കൂ, ഇവിടെ എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് 1 ആണ്. 1 by 1 plus x square. അപ്പോൾ ന്യൂമറേറ്ററിനേക്കാൾ 2 കൂടിയിരിക്കുക. നമുക്ക് മിനിമം 1 കൂടിയാൽ മതി. ഇവിടെ ഓൾറെഡി 2 കൂടിയിട്ടുണ്ട്. പിന്നെ കോസ് എ എക്സ്, എ പോസിറ്റീവാണ്, എ പോസിറ്റീവേ തരുള്ളൂ. അപ്പം 1 കൂടിയിട്ടുണ്ട്. കോസ് എക്സ് എ പോസിറ്റീവാണ്. അതേപോലെ ഇത് സോൾവ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ ഈക്വൽ ടു -1 എന്നാണ്. ഇമാജിനറി റൂട്ടുകളെ വരുള്ളൂ. എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തു. എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്.
അപ്പോൾ നമ്മൾ എഴുതി കൺസിഡർ ദ ക്ലോസ്ഡ് കർവ് സി ആസ് ദ അപ്പർ ഹാഫ് ഓഫ് ദ സെമി സർക്കിൾ വിത്ത് റേഡിയസ് റോ ആൻഡ് ആസ് റോ ടെൻസ് ടു ഇൻഫിനിറ്റി. ശ്രദ്ധിക്കണം, 0 to ഇൻഫിനിറ്റിയെ മാറ്റാൻ വേണ്ടി നോക്കൂ, കോസ് എക്സ് ഈവൻ ഫംഗ്ഷൻ ആണ്, എക്സ് സ്ക്വയർ ഈവൻ പവറാണ്, ഇത് രണ്ടും ഈവൻ ആണ്, ടോട്ടലി ഈവൻ ഫംഗ്ഷൻ ആണ്. അപ്പോൾ എങ്ങനെ എഴുതാം? 1/2 ഇൻറ്റു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി കോസ് എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് എഴുതാം. കോസ് എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് 1/2 ഫ്രണ്ടിൽ കൊടുക്കുക. Therefore ഇനി നമുക്ക് എഴുതാം ആസ് റോ ടെൻസ് ടു ഇൻഫിനിറ്റി 1/2 ഇൻറ്റു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി cos x by 1 plus x square dx is equal to 1/2 into integral c cos z by 1 plus x z square. x ന് പകരമെല്ലാം z റീപ്ലേസ് ചെയ്യുക, 1 plus z square dz. x ന് പകരം നമ്മൾ z കൊടുത്തു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഇതിൻ്റെ റെസിഡ്യൂ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കുക. നോക്കൂ, കോസ് ഇസഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇ റൈസ് ടു ഐ തീറ്റ ആണ് കോസ് തീറ്റ. ഇ റൈസ് ടു ഐ ഇസഡ് ആകുമ്പോൾ കോസ് ഇസഡ് പ്ലസ് ഐ സൈൻ ഇസഡ് എന്ന് അറിയാമല്ലോ. ഇ റൈസ് ടു ഐ ഇസഡ് ഈസ് കോസ് എന്ന് പറഞ്ഞാൽ കോസ് ഇസഡ് എന്ന് പറയുന്നത് റിയൽ പാർട്ട് ഓഫ് ഇ റൈസ് ടു ഐ ഇസഡ് ആണ്. അതിവിടെ റീപ്ലേസ് ചെയ്യുക, 1/2 ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് ഇൻ്റഗ്രൽ സി ഇ റൈസ് ടു ഐ ഇസഡ് ബൈ 1 പ്ലസ് ഇസഡ് സ്ക്വയർ എന്ന് റീപ്ലേസ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നതാണ് കണക്ക് ചെയ്യാൻ എളുപ്പം. അതുകൊണ്ട് റിയൽ കോസ് ആകുമ്പോൾ റിയൽ പാർട്ട്, സൈൻ ആണെങ്കിൽ ഇമാജിനറി പാർട്ട് എന്ന് റീപ്ലേസ് ചെയ്യുക, ഇമാജിനറി പാർട്ട് ഓഫ് എന്ന് എഴുതുക. ദെയർഫോർ റിയൽ പാർട്ട് ഓഫ് ഇ റൈസ് ടു ഐ ഇസഡ് ബൈ 1 പ്ലസ് ഇസഡ് സ്ക്വയർ ഡി ഇസഡ്. ഇനി നമ്മൾക്ക് ഇയാളെ നോക്കാം. ഇവിടെ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് വേർ എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഇ റൈസ് ടു ഐ ഇസഡ് ബൈ 1 പ്ലസ് ഇസഡ് സ്ക്വയർ എന്നാണ്, ആണല്ലോ. ദെയർഫോർ സിംഗുലാരിറ്റി എന്താ? ഇസഡ് സ്ക്വയർ ഈക്വൽ ടു -1, ഇസഡ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഐ. ബട്ട് നമ്മളുടെ സെമി സർക്കിൾ ആണ്, നമുക്ക് മൈനസ് റോ ടു റോ ആണ്, കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്, പ്ലസ് ഐ മാത്രമേ അതിനകത്തുള്ളൂ. ശരിയാണല്ലോ, പ്ലസ് ഐ മാത്രം. ദെയർഫോർ നമ്മൾ റെസിഡ്യൂ കാണണം എവിടെ? ഇസഡ് ഈക്വൽ ടു പ്ലസ് ഐയിൽ. നോക്കാം എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ഇസഡ് ഈക്വൽ പ്ലസ് ഓർ മൈനസ് ഐ ആയിരുന്നു, അതിൽ പ്ലസ് ഐ മാത്രമേ ഉള്ളൂ. ദെയർഫോർ റെസിഡ്യൂ അറ്റ് ഇസഡ് ഈക്വൽ ടു ഐ, അല്ലെങ്കിൽ റെസിഡ്യൂ അറ്റ് ഇസഡ് ഈക്വൽ ടു ഐ, അല്ലെങ്കിൽ റെസിഡ്യൂ ഓഫ് ഇസഡ് ഈക്വൽ ടു ഐ ഈക്വൽ ടു ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ഐ ഇസഡ് മൈനസ് ഐ ഇൻറ്റു, ആണല്ലോ, ഇസഡ് ടെൻസ് ടു ഇസഡ് 0 ഇസഡ് മൈനസ് ഇസഡ് 0 ഇൻറ്റു എഫ് ഓഫ് ഇസഡ് ഇ റൈസ് ടു ഐ ഇസഡ് ബൈ 1 പ്ലസ് ഇസഡ് സ്ക്വയറിന് പകരം ഇസഡ് പ്ലസ് ഐ ഇൻറ്റു ഇസഡ് മൈനസ് ഐ എന്ന് എഴുതാം. കാരണം ഇസഡ് സ്ക്വയർ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ഇസഡ് പ്ലസ് ഐ ഇൻറ്റു ഇസഡ് മൈനസ് ഐ ആണ്. ഇതാ ഒരെണ്ണം വെട്ടിപ്പോകും. ഇനി നിങ്ങൾ ഇതിലേക്ക് ഐ കൊടുക്കുമ്പോൾ ഇ റൈസ് ടു ഐ സ്ക്വയർ ബൈ 2i എന്നാകും. ദാറ്റ് ഈസ് ഇ റൈസ് ടു -1 ബൈ 2i, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2i ആണല്ലോ. ദെയർഫോർ ഐ അങ്ങ് മേളിൽ പോകുമ്പോൾ -i/2e എന്ന് വരും, -i/2e. ദെയർഫോർ നമ്മുടെ ആൻസർ ക്വസ്റ്റ്യൻ ഇതാണ്, 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി ഇ റൈസ് റിയൽ പാർട്ട് ഓഫ് 1/2 ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് -∞ to infinity e raised to i z by 1 plus z square dz ഈക്വൽ ടു, നമുക്കറിയാം റെസിഡ്യൂ തിയറം പ്രകാരം ഇതാ ഇവിടെ ഒരു 1/2 ഉണ്ട്, 1/2 ഇൻറ്റു ഫ്രണ്ടിൽ 1/2 ഉണ്ടായിരുന്നു, 1/2 ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് റെസിഡ്യൂ തിയറം അപ്ലൈ ചെയ്യുക 2πi ഇൻറ്റു, ഈ ഇൻ്റഗ്രേഷൻ ആൻസറാണ് നമ്മൾ എഴുതുന്നത്, 2πi ഇൻറ്റു റെസിഡ്യൂ -i/2e എന്നാകും. ശരിയാണല്ലോ, ശ്രദ്ധിക്കണം, 1/2 ഇൻറ്റു റിയൽ പാർട്ട് ഇവിടെ ഉള്ളതാണ്. ഈ ഇൻ്റഗ്രേഷൻ ആൻസറാണ് 2πi ഇൻറ്റു റെസിഡ്യൂ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് നോക്കൂ, 2ഉം പോകും, ഐയും ഐ സ്ക്വയർ -i² ഈസ് +1, ദെയർഫോർ π/e എന്ന് വരും, π/e. നോക്കൂ, π/e എന്ന് പറഞ്ഞാൽ റിയൽ ആണ്, അത് കോംപ്ലക്സ് അല്ല. അപ്പം π/eയുടെ റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ π/e തന്നെയാണ്. കാരണം π/e എന്ന് പറഞ്ഞാൽ π/e പ്ലസ് i0 എന്നാണ്. ഇതിൻ്റെ റിയൽ പാർട്ട് ആര് തന്നെയാണ്? π/e. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു π/e, ദാറ്റ് ഈസ് π/2e എന്ന ആൻസറാണ് നമുക്ക് കിട്ടുക, π/2e. ദിസ് ഈസ് ആൻസർ ഓഫ് ദിസ് ഇൻ്റഗ്രേഷൻ. ശ്രദ്ധിക്കുക.